ഓരോ വർഷവും പിറന്നാൾ വരുമ്പോൾ നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് ഇത് തന്നെയല്ലേ? കേക്ക് എവിടെ നിന്നെടുക്കണം, ആരെയൊക്കെ വിളിക്കണം, ഡ്രസ്സ് എവിടെ നിന്നെടുക്കണം, ആഘോഷം എങ്ങനെയാക്കണം എന്നൊക്കെ. പക്ഷെ ഈ വർഷം നാരായണന്റെ പിറന്നാൾ വന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഈ ഒരു ദിവസം കേക്ക് മുറിക്കുന്ന ദിവസം മാത്രമായി ഒതുങ്ങരുതും എന്ന്. മറിച്ച് ഒരാളെങ്കിലും ഈ ദിവസം വിശപ്പോടെ ഉറങ്ങാതിരിക്കുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല ആഘോഷം. അങ്ങനെയാണ് ഈ പിറന്നാൾ വീട്ടിൽ ആഘോഷിക്കുന്ന അതേ സമയത്ത് തന്നെ പാലക്കാട് ജില്ലയുടെ കൊല്ലങ്കോട് എന്ന സ്ഥലത്തും ആഘോഷിക്കാൻ തീരുമാനിക്കുന്നത്. വീട്ടിലും ചെറിയ രീതിയിൽ ആഘോഷിച്ചു. അത്യാവശ്യമായ കുറച്ച് ആളുകൾ മാത്രം പങ്കെടുക്കുന്ന ഒരു കൊച്ചാഘോഷം. അതിഥികളെല്ലാവരും വന്നുകൊണ്ടിരുന്നപ്പോൾ, ആശംസിച്ചപ്പോൾ, സ്നേഹം കിട്ടിയപ്പോൾ, ചിരികളെല്ലാം കണ്ടപ്പോൾ എൻ്റെ പകൽ നാരായണിക്ക് കൂടുതൽ സന്തോഷമായി. ഞങ്ങൾ ചെയ്തത് വലിയ കാര്യമൊന്നുമല്ല, ഒരു നേരത്തെ ഭക്ഷണം മാത്രം. പക്ഷേ അത് അവരോടൊപ്പം പങ്കിടുമ്പോൾ ഞങ്ങൾ കണ്ടത് ഭക്ഷണം മാത്രമല്ല, ചിലരുടെ കണ്ണിൽ നന്ദിയും, ചിലരുടെ മുഖത്ത് ഒരു പുഞ്ചിരിയും. ചിലരാണെങ്കിൽ ഒന്നും പറഞ്ഞില്ല, പക്ഷെ അവരുടെ കണ്ണുകൾ എല്ലാം പറഞ്ഞു. ഇവിടെ ആഘോഷങ്ങളെല്ലാം നടക്കുന്നതിനിടയിലും അവിടെ കൊല്ലങ്കോട് എന്തെങ്കിലും കുറവുകൾ ഉണ്ടോ എന്ന് ഞങ്ങൾ അന്വേഷിച്ചു. അവിടെ എല്ലാം ഓക്കെയാണെന്ന് അറിഞ്ഞപ്പോഴാണ് ശരിക്കും നാരായണന്റെ പിറന്നാൾ ആഘോഷിക്കുന്നതായി ഞങ്ങൾക്ക് തോന്നിയത്.
അവരുടെ സന്തോഷം കണ്ടപ്പോൾ മനസ്സിനുള്ളിൽ എന്തോ ഒരു സന്തോഷം, എന്തോ ഒരു ഫീലിംഗ്. ഇന്ന് നമ്മൾ ആഘോഷങ്ങളെ എത്രമാത്രം ആഡംബരമാക്കി മാറ്റുന്നു എന്ന് ഒന്ന് ചിന്തിച്ചാൽ മതിയാകും അല്ലേ? പക്ഷേ ആഘോഷങ്ങൾ മറ്റൊരാളുടെ വിഷമം മാറ്റുമ്പോൾ അതിനൊരർത്ഥമുണ്ടാകുന്നു. ഈ കൊല്ലങ്കോട്ടുള്ള ഈ ഒരു ഗ്രാമത്തിലെ ജനങ്ങൾ നിങ്ങളുടെ ആഘോഷത്തിന് ഒരു ഭാഗമാകുകയാണെങ്കിൽ എത്രയോ നല്ലതാണ് നിങ്ങളുടെ ആഘോഷങ്ങൾ. ഞങ്ങളുടെ ഈ ശ്രമം വളരെ ചെറുതാണ്, പക്ഷെ ഇത് കാണുന്ന ഒരാൾക്കെങ്കിലും അടുത്ത പിറന്നാൾ ഞാനിങ്ങനെ ആചരിക്കാം, ഞാനിങ്ങനെ ആഘോഷിക്കാം എന്ന് തോന്നിയാൽ അതിലേറെ സന്തോഷം ഞങ്ങൾക്ക് വേറെയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് സമർപ്പിക്കുന്നത്. ഒരുപാട് പേർക്ക് ഇതൊരു സന്തോഷവും ഒരു കൈത്താങ്ങുമാകട്ടെ എന്ന പ്രാർത്ഥനയിൽ ഞാനും എൻ്റെ കുടുംബവും നിങ്ങളോടൊപ്പം.